മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ബിബ്ലിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് ഡൈവേഴ്സിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ചിന്തകളെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇന്ന് കഴിഞ്ഞ അവസാനം നമ്മൾ അതിൻ്റെ പ്രൈമറി റീസൺ ഫോർ ഡൈവേഴ്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തെറ്റായ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് വിവാഹമോചനം വരുന്നതെന്ന് പറഞ്ഞു. തെറ്റായിട്ടുള്ളൊരു ജീവിത പങ്കാളി, ചോയ്സിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമായിട്ട് ഈ തെറ്റായിട്ടുള്ള ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാരണങ്ങളാണ് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. തെറ്റായിട്ടുള്ള ജീവിത പങ്കാളി എന്ന് പറയും. ഒന്ന്, തെറ്റായിട്ടുള്ള സമയം, റോങ് ടൈം. നേരത്തെ നമ്മൾ ഇത് പഠിച്ച സമയത്ത് പറഞ്ഞാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുത്തു. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം മനസ്സിലാക്കിയൊരു സമയമുണ്ട്. എന്ന് പറയുന്ന പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ സമയത്ത് അവരേകനായിരിക്കുന്നത് നന്നല്ല എന്നുള്ളൊരു ചിന്ത, അത് ദൈവം പറയുന്നൊരു സമയമാണ്. എല്ലാം ദൈവത്തിൻ്റെ സമയത്ത്, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം എല്ലാം പെർഫെക്റ്റായിട്ട് ഒരുക്കി തരും. സോ അങ്ങനെയുള്ള അപ്പോയിൻറ്റഡ് ടൈമിൽ ഗോഡ് വിൽ ബ്രിങ് ഹർ ടു യു. നിനക്ക് ഉദ്ദേശിച്ച ഒരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ ദൈവം നിൻ്റെ അരിക്കൽ കൊണ്ടുവരും. അതാണ് ആ സമയം. ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ കാര്യമാണെന്ന് ഓർക്കുന്നു. കുടുംബ പ്രാർത്ഥനയിൽ പോലും ഒരു കൗമാരപ്രായം ആയി അന്നു തൊട്ട് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പേരൻസ് പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. റെസ്പോൺസിബിളായിട്ട് ആ സമയത്ത് ദൈവം അവർ ഒരുക്കി കൊണ്ടുവരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. കാരണം അവരത് മനസ്സിലാക്കണം. എൻ്റെ മാതാവും പിതാവും ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കണം, ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ദ വൈഫ് അല്ലെങ്കിൽ ദ പാർട്ട്ണർ യു ഹാവ് സെലക്റ്റഡ് ഈസ് നോട്ട് ദ ചോയ്സ് ഫോർ യു. നീ സെലക്ട് ചെയ്ത പാർട്ട്ണർ നിനക്കുള്ള ചോയ്സ് അല്ല. ഒന്ന്, തക്ക സമയമല്ലായിരുന്നു. ചോയ്സ് അല്ല, തക്ക സമയമല്ല എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറയും, ഈ പ്രേമ കുരുക്കുകളിലൊക്കെ അകപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. അന്നേരം അത് ചിലപ്പോൾ അതിൻ്റെ കാഠിന്യത്തിൽ അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ കാഠിന്യത്തിൽ അവർ ചിലപ്പോൾ നേരത്തെ കയറി കല്യാണം കഴിക്കും. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതാണ് തക്ക സമയം എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല ദൈവം തന്നെ ഒരുക്കി തന്നാണോ എന്ന് അറിയത്തില്ലല്ലോ. അതാണ് വൈഫ് ഈസ് നോട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഈസ് നോട്ട് ദ ചോയ്സ് ഫോർ യു. ഇവിടെ തക്ക തുണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചേർന്ന. അത് അല്ലാതെയാകുന്ന ഒരു കാര്യം. അത് 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയും പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് അതിന് വാക്യങ്ങളുണ്ട്. ദൈവം നമുക്ക് ആലോചന തരികയും ദൈവം നമ്മളെ കൺവിക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. സോ കൺവിക്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇന്നർ കൺവിക്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇത് ഏറ്റവും ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ കൺവിക്റ്റ് ചെയ്യുന്നത്? നേരിട്ട് വന്ന് അങ്ങ് നമ്മളോട് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി തരികയും നമ്മൾക്ക് ദൈവവചനത്തിൽ കൂടി നമ്മളെ കൺവിക്റ്റ് ചെയ്യുകയും ദൈവവചനപ്രകാരം നമ്മളെ നടത്തുകയും ചെയ്യും. ദൈവവചനത്തിന് വിപരീതമായി വരുന്നതൊക്കെ തന്നെ ഒന്നുകിൽ നമ്മുടെ ഇന്നർ വോയിസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത് പിശാചിൻ്റേതായിരിക്കും. ദൈവവചനത്തിന് യോജിച്ചത് എന്ന് പറയുന്നത് ആയിരിക്കും പരിശുദ്ധാത്മാവ്. എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന എപ്പോഴും തന്നെ ദൈവവചനത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിലൊരു പാപം ചെയ്യാനുള്ള വലിയൊരു പ്രേരണ വന്നു. കാരണം അത്
വേറെ ഒന്നുമല്ല വന്ന് ചില നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ചാനലുകൾ വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ TV വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴിയുള്ള ഫോണിൽ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴോ അതൊക്കെ ശരിയാണ്, അതിനകത്ത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ചിന്തകൾ പലപ്പോഴും നമ്മൾ വരും. ചിലപ്പോൾ ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ വോയിസ് ആയിരിക്കും നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. എന്നാൽ അത് ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന ബൈബിൾ പ്രകാരമാണോ, അല്ലെങ്കിൽ ബൈബിൾ എന്താണ് പറയുന്നത്, വേദപുസ്തക പ്രകാരമാണോ എന്നുള്ളത് നമ്മൾ തട്ടി നോക്കാനായിട്ട് അപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് തോന്നിച്ചു കഴിഞ്ഞപ്പോഴേ അതെൻ്റെ സഹോദരന് ഇടർച്ച ഉണ്ടാക്കുന്നതാണ്, ഞാൻ ചെയ്യാൻ പാടില്ല. ഉടൻ തന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ നമുക്ക് കൺവിക്ഷൻ തരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ തരും. അത് കിട്ടാതെ പോയി ഏതെങ്കിലും സെലക്ഷൻ പ്രോസസ്സിൽ പോകുമ്പോഴേ അവിടെ ഫെയിലിയർ വരുന്നതായിട്ട് കാണുന്നു. ദൈവം യോജിപ്പിച്ച വിവാഹം, ഞാനത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുകയാണ്. ദൈവം യോജിപ്പിച്ച വിവാഹം ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. അത് ദൈവം കൂടി ചേർന്ന് യോജിപ്പിക്കുന്നതാണ്. ഇസാക്കിൻ്റെ മാരേജിനെ കുറിച്ച് സെപ്പറേറ്റ് പറഞ്ഞാണ്. അതിനകത്ത് ഇത്തിരി പേര് ഇൻവോൾവ് ചെയ്തു. അതിനകത്ത് കുറേ പേര് ഇൻവോൾവ് ചെയ്ത് നമ്മൾ പറഞ്ഞു. 5 പേര് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത കാര്യം പറഞ്ഞു. അത് എടുത്ത് കാണുക. അത് കല്യാണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിൻ്റെ നീഡിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞ ആ എപ്പിസോഡ് നിങ്ങൾ കാണാം. എന്നാൽ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിൽ ആവുമ്പോഴേ വിൽ ഹാവ് ദ പീസ് ഓഫ് മൈൻഡ്. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഒരു സമാധാനം നമുക്ക് വന്നു ചേരും. എന്നാൽ അല്ലാത്ത മാരേജ് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കുന്നുണ്ട് മാരേജ്. ദൈവത്തിൻ്റെ വില്ലിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആൻഡ് പെർമിസിബിൾ വിൽ ഓഫ് ഗോഡ്, അങ്ങനെ 2 ടൈപ്പ് വില്ലിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ചില മാരേജുകൾ നടന്നാൽ ദൈവം അനുവദിക്കാത്ത മാരേജ് ആണെങ്കിലും അതിനകത്ത് പ്രോബ്ലം ഇല്ലാതെ പോകുന്നുണ്ട്. അന്നേരം അതെങ്ങനെയാണ്, ദൈവം അനുവദിച്ചതാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഈ പെർമിസിബിൾ വിൽ ഓഫ് ഗോഡിനകത്ത്, ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് തന്നെ മനുഷ്യർക്ക് ഇപ്പോൾ ഈ ലോകത്തിലുള്ളവരെല്ലാവരും കർത്താവിൽ കൂടിയുള്ള രക്ഷയും യേശുവിനെ കുറിച്ചൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും ഒന്നും തിരഞ്ഞെടുത്തില്ല. കുറച്ചിപ്പം ഭൂരിഭാഗം പേര് ലോക പോപ്പുലേഷനകത്ത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാലും എല്ലാവരും തിരഞ്ഞെടുത്തിട്ടില്ല. എന്താണ് തിരഞ്ഞെടുക്കാത്തത്? അവർക്ക് അവരുടേതായിട്ടുള്ളൊരു തീരുമാന ശക്തിയും ഒരു വില്ലും കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കാത്തത്. എന്നാൽ അവരെ ദൈവം അങ്ങ് ശിക്ഷിച്ച് നശിപ്പിച്ച് കളയുകയാണോ? ഇല്ല, അവരെ നശിപ്പിച്ചൊന്നും കളയുന്നില്ല. ദൈവം വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്യാണ് അവരതിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരെടുക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ എന്നോട് പറയും ക്രിസ്ത്യൻ മാരേജ് മാത്രമേ സക്സസ് ഉള്ളൂ, അല്ലാത്ത മാരേജുകളൊക്കെ എത്രയോ എണ്ണം ഒരു കുഴപ്പമില്ലായിരിക്കുന്നു എന്നൊക്കെ പറയും. ശരിയാണ്. ദാറ്റ് ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞേ, പെർമിസിബിൾ വിൽ ഓഫ് ഗോഡ്. ദൈവം അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം അത് പെർമിറ്റ് ചെയ്തു, അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഉള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മാരേജസ് ഉണ്ട്. എന്നാൽ അന്നേരം വീണ്ടും ചോദിക്കും, ദൈവവചനപ്രകാരം കല്യാണം കഴിച്ചത് വേർപെടാതിരിക്കാത്ത കേസുകളുണ്ടോ? ഉണ്ട്, വേർപെടുന്ന കേസുകളുണ്ട്. അന്നേരം പെർമിസിബിൾ വില്ലും പെർഫെക്റ്റ് വില്ലും എന്തുകൊണ്ടാണ് അത് വേർപെടുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരം ഞാൻ പിന്നെ പറയാം. എന്നാൽ നമുക്കൊരു ബൈബിളിലൊരു എക്സാമ്പിൾ എടുക്കാം. അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയായിരുന്നു ഇസാക്ക്. അബ്രഹാം സാറായുമായിട്ടുള്ള മാരേജിലെ ഏറ്റവും സ്റ്റേജിൽ 99ാമത്തെ വയസ്സിൽ അബ്രഹാമിൻ്റെ ഗർഭം ധരിച്ചു. സാറയ്ക്ക് 90 വയസ്സ്, ഗർഭം ധരിച്ച് ഇസാക്കിനെ പ്രസവിച്ചു. എന്നാൽ ദൈവം നേരത്തെ വാഗ്ദത്തം ചെയ്താണ്. എന്താണ്? നിന്റെ ജാതി, നിന്നെ വലിയൊരു ജാതിയാക്കും എന്നുള്ള ചെയ്തു. അതാണ് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല്. എന്നാൽ ഈ പെർഫെക്റ്റ് വില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചാണ് ഹാഗാർ അവിടെ കയറുന്നത്, അല്ലേ? ഹാഗാർ അവിടെ വരുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. ഹാഗാർ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ഹാഗാർ അവിടെ വന്നതിന് ശേഷം നമ്മൾ വായിച്ചറിയാം 13 വർഷത്തോളം ദൈവം പിന്നെ അബ്രഹാമിനോട് ഇടപെട്ടില്ല എന്ന് കാണുന്നു. അത് വായിച്ചു നോക്കിയാൽ അറിയാം. പിന്നീട് പരിച്ഛേദന ചെയ്യാൻ നേരത്താണ് ദൈവം ഇടപെടുന്ന ഭാവമൊക്കെ എഴുതിയിട്ടുണ്ട്. ബൈബിൾ വായിച്ചു നോക്കുമെന്ന് പറയാം. എന്താണ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അത് ദൈവം പെർമിറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അത്? അല്ല, ദൈവത്തിൻ്റെ ഹിതം അല്ലായിരുന്നു അത്. ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതിൽ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ
ദൈവം അത് അന്ന് പെർമിറ്റ് ചെയ്തു. എന്നാൽ ഇന്നും നമ്മളതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അത് ദൈവഹിതമല്ലായിരുന്നു, വാഗ്ദത്ത സന്തതിയായിരുന്നു ദൈവത്തിൻ്റെ ഹിതം. എങ്കിൽ അങ്ങനെ ദൈവത്തിന് അന്നേരം ഈ ഹിതം അല്ലെങ്കിൽ ഇസ്മായിൽ വരുന്നതിനെ അങ്ങ് അബോർട്ട് ചെയ്ത് അതിനെ അങ്ങ് കളഞ്ഞുകൂടായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കാം അല്ലേ? ഇസ്മായിൽ വരെ ദൈവമല്ലേ ജീവൻ കൊടുക്കുന്നത്, അന്നേരം ഹാഗാറിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ ഇസ്മായിലിനെ ദൈവത്തിന് കൊന്നുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കാം. ഇല്ല, അവിടെയാണ് മനുഷ്യനൊരു ഫ്രീ വില്ലുണ്ട്. ദൈവം, അതായത് മനുഷ്യൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യം പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രീ വില്ലുണ്ട്. ദൈവം മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങളെ ഹോണർ ചെയ്യും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഊതി ദൈവത്തിൻ്റെ തേജസ് അവന് കൊടുത്ത് സകല സൃഷ്ടികളുടെയും മകുടമായി അവനെ വെച്ചിരിക്കുമ്പോഴേ അവനെടുക്കുന്ന തീരുമാനങ്ങളെ ദൈവം ഹോണർ ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വന്നാലും ദൈവം അത് ഹോണർ ചെയ്യും. എന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതമല്ല. ദാറ്റ് ഈസ് എ പെർമിസിബിൾ വിൽ ഓഫ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഇതാണ്, റോങ് സെലക്ഷൻ എപ്പോഴും ഡൈവേഴ്സിന് കാരണമായി തീർന്നേക്കാം. റോങ് സെലക്ഷൻ. അതുകൊണ്ട് സെലക്ഷൻ എന്താണ് ഇമ്പോർട്ടൻസ്? വൈ ദിസ് സെലക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ നോർമൽ പ്രോസസ്സ് കൃഷിശാസ്ത്രത്തിൽ പോലും നല്ല വിത്തിട്ടാൽ നല്ല ഫലം കിട്ടും എന്ന് പറയുന്ന പോലെ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ വിതച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്താൽ അത് ദൈവം കൂടി നമ്മളെ കൂടെ ഉള്ളപ്പോഴേ അത് ദൈവം മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് നമ്മളെ സഹായിക്കും. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, 2 തരത്തിലുള്ള ആളുകൾ ഭൂമിയിലുണ്ട്. ഞാൻ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും എന്ന് പറഞ്ഞ് 2 ടൈപ്പിൽ ഉള്ള ആളുകളുണ്ട്. ഓക്കെ, അതിന് 2 പേർക്കും 2 പ്രയോറിറ്റീസാണ്. ദൈവത്തിൻ്റെ മക്കളുടെ പ്രയോറിറ്റീസ് എന്തുവാ? ദൈവത്തെ പ്രസാദിപ്പിക്കുക. പിശാചിൻ്റെ മക്കളുടെ പ്രയോറിറ്റി എന്തുവാ? തോന്നുന്ന പോലെയൊക്കെ അങ്ങ് ജീവിക്കുക. നമ്മളൊരിക്കൽ പിശാചിൻ്റെ മക്കളായിരുന്നു, എന്നാൽ ദൈവം നമ്മളെ വീണ്ടെടുത്തു, നമ്മൾ വിശ്വസിച്ചു, ആത്മാവിൻ്റെ വീണ്ടും ജനനത്താൽ ദൈവത്തിൻ്റെ മക്കളായി. അതിൽ 2 ടൈപ്പ് മക്കളാണുള്ളത്, ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ നിന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി കൊണ്ട് നടക്കുന്ന പരിശുദ്ധാത്മാവ്, അവനിൽ കൊണ്ട് നടക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഒരു പിശാചിൻ്റെ മകൻ അവനിൽ കൊണ്ട് നടക്കുന്ന പൈശാചിക ശക്തിയുണ്ട്. അതായത് ഇത് 2ഉം കൂടി യോജിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ കല്യാണത്തിൽ നമ്മൾ ചിന്തിക്കുന്ന എന്തോ ഒരു പുരുഷനും സ്ത്രീയും കൂടി അങ്ങ് യോജിക്കുക, അതിനപ്പുറമായിട്ടൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ? ഒരു പുരുഷൻ വന്ന് കല്യാണം കഴിച്ച ഒരു സ്ത്രീ, എന്നാൽ അവരുടെ മനസ്സ് യോജിക്കുന്നുണ്ട്, അവരുടെ ആത്മാവ് യോജിക്കുന്നുണ്ട്. ഓരോരുത്തർ പിശാചും ഓരോരുത്തർ ദൈവത്തിൻ്റെ മക്കളും കൂടെ യോജിച്ചാൽ എങ്ങനെ ഇരിക്കും? അവിടെ കലപില ഉണ്ടാവും, അടിയുണ്ടാവും, യോജിക്കാൻ പറ്റത്തില്ല. ഒന്നുകിലല്ല, അത് മിക്കവാറും ദൈവത്തിൻ്റെ മകൻ പിശാചിൻ്റെ മകനായി പോകാനുള്ള സാധ്യതയുള്ളത്, തിരിച്ചാവാനുള്ള സാധ്യത കുറവാണ്. എന്നാലേ പൗലോസ് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അല്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കരുത്. അവൻ ചിലപ്പോൾ ദൈവത്തിൻ്റെ മകനായി തീരും, അവൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ മകളായി തീരും. അത് നേരത്തെ കല്യാണം കഴിച്ചവർ പിന്നീട് സുവിശേഷം കേട്ട് ദൈവത്തെ അറിഞ്ഞവർ ഉപേക്ഷിക്കരുതേ എന്ന്. അല്ലെങ്കിൽ ദൈവത്തിന് പറഞ്ഞാൽ പോരായിരുന്നോ, ലോകമൊക്കെയും പോയി കല്യാണം കഴിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്താൽ മതി എന്ന് പറയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളും ഉണ്ട്, പിശാചിൻ്റെ മക്കളും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും കൂടി ഒരുമിച്ച് കൂട്ടായ്മ നടത്താനായിട്ട്, ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധ്യമല്ല. അതാണ് റോങ് സെലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെ തന്നെ സെലക്ട് ചെയ്യണം. അല്ലാതെ വേറെ അന്ന് സെലക്ഷനകത്ത് പറഞ്ഞ് ABCDEFGHI എല്ലാം നോക്കേണ്ടത് അവൻ കർത്താവിനെ വീണ്ടും ജന്മം പ്രാപിച്ച് അവനോ അവൾ കർത്താവിനെ അറിഞ്ഞതാണോ എന്നുള്ള ഒരു ചിന്തയാണ് വേണ്ടത്. നമുക്ക് തുടർമാനമായിട്ട് ചിന്തിക്കാം ഇന്നത്തെ
ടൈം ഇവിടെ അവസാനിച്ചല്ലോ. ഇന്ന് നമ്മൾ ചിന്തിച്ച ഒരേ ഒരു കാര്യം നമ്മുടെ സെലക്ഷനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഏത് രീതിയിലായിരിക്കണം സെലക്ഷൻ മോശമാവുന്നിടത്താണ് ഡൈവേഴ്സിൻ്റെ വിത്ത് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് സെലക്ഷൻ ഒരിക്കലും മോശമാവാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ കൺവിക്ഷനിൽ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടെ തെറ്റുപറ്റും എന്നുള്ളത് വേണം. നമുക്കറിയാം, ഇന്ന് പ്രേമവിവാഹങ്ങൾ നടക്കുകയും ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയും അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിൽ പോലും തന്നെ ഈ പ്രേമത്തിൻ്റെ കെട്ടിലായിപ്പോയിട്ട് വേറെ കമ്മ്യൂണിറ്റി പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് നമുക്കുണ്ട്. പലരും പല പേരുകളൊക്കെ അതിന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ ദൈവശിക്ഷണത്തിൽ വളർത്തി പഠിപ്പിച്ച് അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ ഉണ്ടാകുന്നത്. മാതാപിതാക്കൾക്ക് അങ്ങനൊരു ദർശനമില്ലെങ്കിൽ പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുക, പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വാർത്തെടുക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ സെലക്ഷൻ ഒരിക്കലും തെറ്റിപ്പോകാനായിട്ട് കർത്താവെ ഇടവരുത്തരുത്. നിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ നിന്ന് സെലക്ട് ചെയ്യുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, വിവാഹമോചനം ഇന്ന് കൂടിയിരിക്കുന്ന സാഹചര്യത്തിലെ ഞങ്ങളുടെ സെലക്ഷനെക്കുറിച്ചാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവം അതെല്ലാം പോറ്റി പരിപാലിച്ചു നടത്തി. അതെല്ലാം ഓർത്ത് സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ അടുത്ത തലമുറ ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോഴേ കർത്താവെ, അവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ ആ ശിക്ഷണത്തിൽ പോറ്റി പുലർത്തുവാൻ, കർത്താവെ, അവരെ ദൈവത്തിൻ്റെ മക്കളായി ജീവിപ്പാനായിട്ട്, കർത്താവിൻ്റെ പെർഫെക്റ്റ് വില്ല് അവരുടെ ജീവിതത്തിൽ നടപ്പാനായി കർത്താവെ നീ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് കല്യാണം നടക്കാതെ വെയിറ്റ് ചെയ്യുന്ന ചില ആളുകൾ, പേരൻസ് ഇത് ശ്രദ്ധിക്കുന്നു. അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവകരങ്ങളിലേക്ക് എന്നോട് ചേർന്നൊന്ന് സമർപ്പിക്കുമോ? ദൈവം വലിയൊരു റിലീസ്, ഒരു വിടുതൽ ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളിൽ തരും. കല്യാണം നടക്കാതിരിക്കുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും ആ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുമോ? പലതരമായിട്ടുള്ള തെറ്റായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ഇന്ന് ആ ചിന്തയെ പിശാച് പെർവെർട്ടാക്കി കളഞ്ഞിരിക്കുന്നതിനാൽ കല്യാണം നടക്കാതെ ഇരിക്കുന്ന, കല്യാണത്തിന് അംഗീകരിക്കാതെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് കുറച്ചും കൂടി പുഷ് ചെയ്ത് പോകുന്ന ഈ കുടുംബങ്ങളെ കർത്താവേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ അവിടെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പല കല്യാണങ്ങളിലും നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത് കാരണമാക്കി തീർത്തു. അത് അറിയിച്ചത് ഓർത്ത് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവമേ, അവരുടെ വിശ്വാസം കണ്ടിട്ട് നീ കർത്താവെ അതിന് ഉത്തരം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവെ. ഒരിക്കലും തന്നെ കുടുംബങ്ങളെ പിശാച് കെട്ടിക്കൊണ്ടു പോകാനായിട്ട് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണേ. തുടർന്നും വാച്ച് ചെയ്യണം. നമ്മളെ ഒരു ഡൈവേഴ്സിൻ്റെ ഒരു 2-3 എപ്പിസോഡൂടെ കഴിഞ്ഞെങ്കിൽ തീരുള്ളൂ. കാരണം നമ്മൾ ചുരുക്കമായി 10-15 മിനിറ്റ് പറയുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും പ്രെയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ ഇടുകയോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.